നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വയനാടിനായി കൈകോർത്ത നാട്. പഞ്ചായത്തുകളും സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി 5 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷൻ തുക മാറ്റിവെച്ച് ഷേണായിസ് ബസ് സർവീസ്. പറപ്പൂക്കര പഞ്ചായത്തിലെ നെടുമ്പാൾ, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം തുടരുന്നു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീട്ടുമുറ്റത്തും മതിലുകളിലും റോഡിലും ചൊറിയൻ പുഴു ശല്യം. പുതുക്കാട് രണ്ടാം കല്ല നഗറിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പറപ്പൂക്കര പഞ്ചായത്തിലെ 2 ഇടങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം തുടരുന്നു. നെടുമ്പാൾ, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം എന്നിവിടങ്ങളിലാണ് മറ്റിടങ്ങളിൽ വെള്ളമിറങ്ങിയിട്ടും വെള്ളക്കെട്ട് തുടരുന്നത്. തൊട്ടിപ്പാൾ KSUP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 22 പേർ ഇപ്പോഴുമുണ്ട്. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ജൂലൈ മാസത്തെ ശമ്പളമാണ് കളക്ടർ നൽകിയത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ കൈമാറി. KK രാമചന്ദ്രൻ MLA തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, NM പുഷ്പാകരൻ, രാധാ വിശ്വംഭരൻ, നന്ദിനി സതീശൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഇതിനു പുറമെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും 1 ദിവസത്തെ വേതനവും ജനപ്രതിനിധികളുടെ ഓണറേറിയത്തിൽ നിന്നുള്ള ഒരു വിഹിതവും ഹരിതകർമ്മ സേനയുടെ 1 ദിവസത്തെ വേതനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. KK രാമചന്ദ്രൻ MLA തുക ഏറ്റുവാങ്ങി. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിന് കൈത്താങ്ങാകാൻ 5 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷൻ തുക മാറ്റിവെച്ച് ഷേണായിസ് ബസ് സർവീസ്. കല്ലൂർ, ആമ്പല്ലൂർ, തൃശൂർ, മണ്ണുത്തി എന്നിവിടങ്ങളിലും തൃശൂർ വെളുത്തൂർ റൂട്ടിലും സർവീസ് നടത്തുന്ന ഷേണായിസ് എന്ന സ്വകാര്യ ബസ്സുകളുടെയും കല്ലൂർ, മരത്താക്കര, തൃക്കൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ടീംസ് ബസിന്റെയും എല്ലാ റൂട്ടുകളുടെയും തിങ്കളാഴ്ചത്തെ കളക്ഷനാണ് വയനാടിനു വേണ്ടി മാറ്റിവെക്കുന്നത്. കളക്ഷന് പുറമെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും വയനാടിനു വേണ്ടി നൽകി. കൂടാതെ പണം വയനാടിനു വേണ്ടിയാണെന്ന് അറിഞ്ഞ യാത്രക്കാർ ടിക്കറ്റിന് പുറമെ അധിക തുക നൽകുകയും ചെയ്തു. കല്ലൂർ ആലയങ്ങാട്ടിൽ നടന്ന ചടങ്ങിൽ സ്നേഹയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, ലിൻഡോ തോമസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ബസ് ജീവനക്കാരായ കണ്ണൻ, അശോകൻ, ഉജീഷ് കാഞ്ഞിര, സാബു വൈലിക്കുളങ്ങര, ഹരികൃഷ്ണൻ കുരുതാളിക്കുന്നേൽ, മേജർ ജോർജ്, രജനീഷ്, ഉണ്ണി, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ദുരിതബാധിതർക്കായി നൽകുന്ന സേവാഭാരതിയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ഷേണായിസ് ബസ് സർവീസ് സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറുമെന്ന് ബസ് ഉടമ രാംകുമാർ ഷേണായി അറിയിച്ചു. നഷ്ടപ്പെട്ട വയനാടിനെ നമ്മൾ വീണ്ടെടുക്കാൻ ഓരോ മലയാളിയും അവന് സാധിക്കുന്നത് ചെയ്യുകയാണ്. കാരുണ്യത്തിൻ്റെ വറ്റാത്തുറവിടമാണ് ഓരോ മലയാളികളും എന്നും തെളിയിക്കുന്ന ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഷേണായിസ് ബസിൻ്റെ ഉടമ ശ്രീ രാംകുമാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. കുടുക്കയിൽ സ്വരുക്കൂട്ടിയ പണം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകി മറ്റത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ കൊട്ടാരത്ത് വീട്ടിൽ രാകേഷ് ശ്രീലക്ഷ്മി ദമ്പതികളുടെ മകൾ ഗൗരി നന്ദയാണ് കുടുക്കയിൽ സൂക്ഷിച്ചുവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. കുടുക്കയിലെ 1140 രൂപ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ NP അഭിലാഷ്, സീബ ശ്രീധരൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ചെമ്പുച്ചിറ വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദ. ആം ആദ്മി പാർട്ടി തൃക്കൂർ പഞ്ചായത്ത് ഘടകം വയനാട് ദുരിത മേഖലയിലേക്ക് അയക്കുന്നതിനായി സാധനങ്ങൾ കൈമാറി.
ആം ആദ്മി പാർട്ടി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ്, തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി കടവി, സാജു അവറാച്ചൻ, ക്രിസ്റ്റഫർ ആന്റണി, ബാബു ഭരത എന്നിവർ നേതൃത്വം വഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടോണി റാഫേൽ, വൈസ് പ്രസിഡന്റുമാരായ ബി ഉണ്ണികൃഷ്ണൻ, സിന്ധു സന്തോഷ്, ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് എന്നിവർ സന്നിഹിതരായി. വയനാട്ടിലെ ദുരിത മേഖലയിലേക്ക് ആം ആദ്മി പാർട്ടി പുതുക്കാട് മണ്ഡലത്തിന്റെ സഹകരണത്തോടെ തൃക്കൂർ പഞ്ചായത്ത് ഘടകം ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വാഹനത്തിൽ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന അവശ്യ സാധനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ റാഫേൽ ടോണി, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീമതി സിന്ധു സന്തോഷ്, ജില്ലാ സെക്രട്ടറി ശ്രീ ജിജോ ജേക്കബ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൈമാറുകയുണ്ടായി. ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA-യുടെയും നേതൃത്വത്തിൽ വയനാടിനു വേണ്ടി പ്രാർത്ഥനാ യോഗം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ടുകാരൻ അനുശോചന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ, സ്റ്റാഫുകൾ, മാനേജ്മെന്റ്, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായി. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മനുഷ്യര് പരസ്പരം സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പഠിപ്പിക്കും. വയനാട് ദുരന്തബാധിതർക്ക് DYFI സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള ധനസമാഹരണത്തിനായി സ്വർണ്ണാഭരണങ്ങൾ കൈമാറി. കണ്ണമ്പത്തൂർ സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി PT വിപിന്റെയും ശരണ്യയുടെയും മകൾ നൈവേദ്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് DYFI ജില്ലാ പ്രസിഡന്റ് ശ്രീലാലിന് കൈമാറിയത്. വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ വീട്ടുമുറ്റത്തും മതിലുകളിലും റോഡിലും ചൊറിയൻ പുഴു ശല്യം. പള്ളിക്കുന്നിലെ വിവിധയിടങ്ങളിലാണ് ചൊറിയൻ പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്തെ റോഡരികിലുള്ള വേലിയിലും മരത്തിലും മതിലുകളിലും വീട്ടുമുറ്റത്തും പുഴുക്കൾ കൂട്ടുകൂടിയിരിക്കുന്നത് മൂലം ആളുകൾ ബുദ്ധിമുട്ടിലാണ്. കാറ്റടിക്കുമ്പോൾ ഇവ പറന്ന് ദേഹത്തേക്ക് വീഴുന്നതിനാൽ കാൽനട യാത്രികരും ദുരിതത്തിലാണ്. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലേക്കും പുഴുക്കൾ എത്തിയത് വ്യാപാരികളെയും ആശങ്കയിലാക്കി. രാവിലെ ഞാൻ ഷോപ്പ് തുറക്കാൻ വരുമ്പോൾ ഇവിടെ ഈ മുറ്റം കംപ്ലീറ്റ് പുഴുക്കളായിരുന്നു. അത് അന്വേഷിച്ച് വന്നപ്പോൾ ഈ പുല്ലില് തൊട്ടപ്പുറത്തെ പറമ്പിൽ നിറച്ച് അവിടെ നിന്ന് ഇങ്ങനെ ആയിരക്കണക്കിന് പുഴുക്കളെ റോഡ് ക്രോസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങള് പഞ്ചായത്തിലേക്ക് അറിവ് കൊടുത്തു, അവരെ വന്നൊക്കെ നോക്കി പോയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ മുതലാണ് പുഴുക്കൾ വ്യാപകമായി കാണാൻ തുടങ്ങിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം കല്ല് നഗറിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ MP സീന, പഞ്ചായത്ത് അംഗം ഹിമാദാസൻ എന്നിവർ പ്രസംഗിച്ചു. 2ാം കല്ല് നഗറിലെ 3 റോഡുകൾ പൂർണ്ണമായും ഇന്റർലോക്ക് ചെയ്യുന്നതിനും ഡ്രൈനേജ് സിസ്റ്റം, ഡിജിറ്റൽ ലൈബ്രറി, വീടുകളുടെ മെയിൻ്റനൻസ് എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതുക്കാട് കണ്ണമ്പത്തൂർ ബ്രദേഴ്സ് പുരുഷ സ്വയം സഹായ സംഘം അനുമോദന യോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ഇലക്ട്രോണിക്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ KJ ജെയിനയെ ചടങ്ങിൽ ആദരിച്ചു. കണ്ണമ്പത്തൂർ മരോട്ടിക്കൽ കാളൻ ജെയ്സൺ നിജി ദമ്പതികളുടെ മകളാണ് ജെയിന. ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. കണ്ണമ്പത്തൂർ 4ാം വാർഡ് അംഗം സുമ ഷാജു, സംഘം പ്രസിഡന്റ് ജോൺസൺ കാളൻ, ലിൻസൺ കാച്ചപ്പള്ളി, സജീവൻ മാട്ടിൽ, ഡെയ്സൺ മഞ്ഞളി, ആന്റണി വാഴപ്പള്ളി, ഡേവിസ് കാളൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ കബാലിയുടെ വഴിതടയൽ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി മണിക്കൂറുകളോളം കബാലി വഴിയിൽ തടഞ്ഞിട്ടത് ആംബുലൻസും ബസും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ്. ശനിയാഴ്ച രാത്രിയിൽ ഡെപ്യൂട്ടി തഹസീൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയും ആന ആക്രമണം അഴിച്ചുവിട്ടു. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കൊമ്പനെ സ്ഥിരമായി കാണാറുള്ളത്. ശനിയാഴ്ച രാത്രിയിൽ ഡെപ്യൂട്ടി തഹസീൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയാണ് കബാലി ആക്രമണം അഴിച്ചുവിട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. ഷോളയാർ പെൻസ്റ്റോക്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ രഞ്ജിതയടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനെയാണ് കബാലി ആക്രമിച്ചത്. ഒരു ജീപ്പിലും കാറിലുമായി 9 പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പോയി തിരികെ വരുമ്പോഴായിരുന്നു കബാലി റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ വന്നത്.
ജീപ്പിന് കടന്നു പോരാമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന കാറിലുള്ളവരെ കാത്തുനിന്നപ്പോൾ ജീപ്പിന്റെ വശത്തു വന്ന് ബോണറ്റിൽ കുത്തുകയായിരുന്നു. 4 ദിവസം മുൻപ് അടിച്ചിൽത്തൊട്ടി കോളനിയിലെ അസുഖബാധിതയായ യുവതിയെ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്ന ആംബുലൻസ് 1 മണിക്കൂറോളമാണ് റോഡിൽ തടഞ്ഞത്. ശനിയാഴ്ച വൈകിട്ട് KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങളും 1 മണിക്കൂറോളം തടഞ്ഞിരുന്നു. ഇതിനുശേഷം രാത്രിയിലായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരുടെ ജീപ്പിനു നേരെ ആന ആക്രമണം അഴിച്ചുവിട്ടത്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച രാവിലെയും കബാലി വാഹനങ്ങൾ തടഞ്ഞു. രാവിലെ 8:30 മുതൽ അരമണിക്കൂറോളം സമയമാണ് വാഹനങ്ങൾ ഇതുമൂലം വഴിയിൽ കുടുങ്ങിയത്. ആനയുടെ ശല്യമുള്ള മേഖലയിൽ വനപാലകർ പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കല്ലറയ്ക്കൽ ഫുട്ബോൾ അക്കാദമിയുടെ കീഴിലുള്ള കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഫുട്ബോൾ റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് സെബി മാളിയേക്കലിന്. ദീപിക തൃശൂർ യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്ററായ സെബി അവിട്ടത്തൂർ സ്വദേശിയാണ്. 11,111 രൂപയും മെമന്റോയും അടങ്ങുന്നതാണ് അവാർഡ്. മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 2023 ഡിസംബർ 27-ന് ദീപിക സ്പോർട്സ് പേജിൽ പ്രസിദ്ധീകരിച്ച സന്തോഷ സ്മൃതിക്ക് 50, കഴിഞ്ഞ ജൂൺ 23-ന് സൺഡേ ദീപികയിൽ പ്രസിദ്ധീകരിച്ച മഞ്ഞില ബ്രില്യൻസ് അറ്റ് 75 എന്നീ ഫീച്ചറുകളാണ് അവാർഡിന് അർഹനാക്കിയത്. കടുപ്പശ്ശേരി മാളിയേക്കൽ പരേതനായ പോൾസിന്റെയും സെലീനയുടെയും മകനാണ് സെബി. കരൂപ്പടന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ആൻജിൽ ഭാര്യയും അന്ന തെരേസ്, ആഗ്നസ് മേരി എന്നിവർ മക്കളുമാണ്. പുരസ്കാരങ്ങൾ ഓഗസ്റ്റ് 10-ന് തൃശൂർ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ചിറ്റിശ്ശേരി ചേന്നംകുളത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച നടക്കും. ഇല്ലം നിറയും. രാവിലെ 8-ന് ഗജപൂജയും 8:30-ന് ആനയൂട്ടും ഉണ്ടായിരിക്കും. വേരുപ്പാടം തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. വേരുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. വൈകിട്ട് 5-ന് നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ ചടങ്ങിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികനാകും. ഈ മാസം 15-നാണ് ഊട്ടുതിരുനാൾ നടക്കുന്നത്. ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വയോധികയെ ബസ് ജീവനക്കാർ ആശുപത്രിയിലാക്കി. തിങ്കളാഴ്ച വൈകിട്ട് 5:30-നാണ് സംഭവം. തൃശൂരിൽ നിന്ന് കോടാലിയിലേക്ക് പോയിരുന്ന അയ്യപ്പജ്യോതി ബസ്സിലെ ജീവനക്കാരാണ് വയോധികയെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സുരക്ഷിതമായി എത്തിച്ചത്. ഉടൻ തന്നെ ആശുപത്രി അധികൃതർ വയോധികയ്ക്ക് ചികിത്സ നൽകി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുകളുള്ള റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് ബുധനാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. രാവിലെ 9 മുതൽ 10 വരെ 1 മുതൽ 25,000 വരെ റാങ്കിലുള്ളവരും 10 മുതൽ 11 മണി വരെ 25,001 മുതൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0482751346 80869014112 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സെക്യൂരിറ്റിയെ നിയമിക്കുന്നതിന് ഈ മാസം 9-ന് രാവിലെ 10-ന് കൂടിക്കാഴ്ച നടത്തും. താൽപര്യമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിമുക്ത ഭടന്മാരും സെക്യൂരിറ്റി ട്രെയിനിംഗ് ലഭിച്ച വനിതകളും അസൽ രേഖകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 0487238368 കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അയലൂരിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ് ഗസ്റ്റ് ലെക്ചറർ പ്രതീക്ഷിക്കുന്ന ഒരു ഒഴിവിലേക്ക് ഈ മാസം 12-ന് രാവിലെ 10-ന് കൂടിക്കാഴ്ച നടക്കും. MSc മാത്തമാറ്റിക്സ് ഫസ്റ്റ് ക്ലാസ്, UGC നെറ്റ് എന്നീ യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ എത്തിച്ചേരണം. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6,470 രൂപ, പവന് 51,760 രൂപ. ചെങ്ങാലൂർ തോട്ടാൻ ദേവസി ഭാര്യ മേരി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാബു, ജോയ് എന്നിവർ മക്കളും ക്ലാര, ബീന എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി മഞ്ഞളി ജോൺസൺ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ത്രേസ്യാമയാണ് ഭാര്യ. സ്റ്റീഫൻ, സജീവൻ എന്നിവർ മക്കളും ദീപ, പ്രിൻസി എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം പൂക്കോടൻ ബാലൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കയാണ് ഭാര്യ.
സുഭാഷ്, മനോജ്, ഭൂപൻ എന്നിവർ മക്കളും വിനു, ബിഞ്ചി, സിമി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പള്ളിക്കുന്ന് നമ്പാടൻ ആൻഡ്രു അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനന്ദപുരം കോഴിപ്പാട്ട് പൊന്നാരി ദേവസി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ശോഷണമാണ് ഭാര്യ. മാഴ്സി, ജെയ്സൺ, വിൽസൺ, മിനി, പരേതനായ ജോൺസൺ എന്നിവർ മക്കളും ആൻഡ്രു, ജോളി, ജിജി, ജിഷ, പൗലോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വയനാടിനായി കൈകോർത്ത നാട്. പഞ്ചായത്തുകളും സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 5 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷൻ തുക മാറ്റിവെച്ച് ഷേണായിസ് ബസ് സർവീസ്. പറപ്പൂക്കര പഞ്ചായത്തിലെ നെടുമ്പാൾ, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം തുടരുന്നു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീട്ടുമുറ്റത്തും മതിലുകളിലും റോഡിലും ചൊറിയൻ പുഴു ശല്യം. പുതുക്കാട് 2ാം കല്ല നഗറിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.